ചേട്ടാ ഈ KL 41 360 ഇത് ചേട്ടന്റെ വണ്ടിയല്ലേ? അതെ, എന്റെ വണ്ടിയാണ്. ഇതിന്റെ EMI 4 മുടക്കായിട്ട് 4 മുടക്കുണ്ട്. പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ചേട്ടൻ. ഇന്ന് റെഡിയാക്കാം നാളെ റെഡിയാക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ വണ്ടി കൊണ്ട് ചെല്ലാനാണ് ഓർഡർ. അത് ഞാൻ കറക്റ്റായിട്ട് ലോണൊക്കെ അടച്ചിരുന്നാണ്. ഇപ്പൊ 3-4 മാസമായിട്ട് എൻ്റെ മകള് പ്രസവത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. അപ്പൊ 3-4 ലക്ഷം റുപ്യ ചെലവായി. അതെല്ലാം കൂടി വന്നപ്പോ ഭയങ്കര ടൈറ്റായി. അതുകൊണ്ടാണ് ലോൺ അടക്കാൻ പറ്റാഞ്ഞത്. ഒരു 2 മാസത്തെ ഒരു ഗ്യാപ്പും കൂടി കിട്ടണമെങ്കിൽ പകുതി പൈസ എങ്കിലും ഞാൻ എങ്ങനെങ്കിലും അടക്കായിരുന്നു. വണ്ടി കൊണ്ടുപോകണം ചേട്ടാ, അല്ലാണ്ട് റെഡി ആവൂല. ഞാൻ കറക്റ്റായിട്ട് ലോണൊക്കെ അടച്ചിരുന്നാണ്. അതൊന്നും നടക്കൂല ചേട്ടാ. എന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഇത് വണ്ടിയായിട്ട് ചെല്ലാനാണ് ഓർഡർ. 2-3 മുടക്കൊക്കെ കുഴപ്പമില്ലാണ്ട് തള്ളിക്കളയും. ഇതിപ്പോ 4 മുടക്കായി. അവര് സമ്മതിക്കൂല. വണ്ടിയായിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. ചേട്ടാ താക്കോലുകളുണ്ട്. എന്നിട്ട് അവിടെ ഒന്ന് സംസാരിച്ചു. ചേട്ടനൊരു പണി, ഈ മാസത്തെ അടവ് ഞാൻ എന്റെ ശമ്പളത്തിൽ നിന്ന് എടുത്ത് അടച്ചോളാം. അടുത്ത മാസം ഇത് പൈസ അടക്കാൻ വരുമ്പോ ഈ കാശ് എനിക്ക് തരണം. ഈ അടുത്ത മാസത്തെ കാശും കൂടി പെൻഡിങ് ഉള്ളതൊക്കെ റെഡിയാക്കി വെച്ചോ. എടാ, ചേട്ടനെ കണ്ടപ്പോ എനിക്ക് എന്റെ അച്ഛന്റെ ഒരു മുഖച്ഛായാണ് ഓർമ്മ വന്നത്. എന്റെ അച്ഛനും ഇതുപോലെ തന്നെയായിരുന്നു. വണ്ടി ഓടിച്ച് ആണ് ജീവിച്ചിരുന്നത്. വണ്ടി ഞാൻ കൊണ്ടുപോണില്ല. ഞാൻ എന്റെ കയ്യിൽ നിന്ന് അടച്ചോളാം. നന്ദിയുണ്ട്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്നാലും മോനെ മോശക്കാരനാക്കൂല. ചേട്ടൻ പൈസ എടുത്ത് വെച്ചേക്ക അടുത്ത ആഴ്ച. ഇതുവരെ മുടങ്ങിയിട്ടില്ല ചേട്ടൻ. ആ.